ഹായ് കൂട്ടുകാരെ, ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നിപ്പം നമ്മൾ പോകുന്നത് മൗണ്ട് ഓഫ് പ്രസിപ്പീസിലേക്കാണ്. അതായത് നസ്രത്ത് പട്ടണത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു മലയാണ് മൗണ്ട് ഓഫ് പ്രസിപ്പീസ്. അതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈശോയുടെ കുരിശുമരണത്തിന് മുന്നേ ഈശോയെ വധിക്കാനായിട്ട് കുറേ പേർ പ്ലാൻ ഇടുന്നു. അങ്ങനെ നസ്രത്ത് പട്ടണത്തിൽ നിന്ന് ഈശോയെ അവർ പിടിച്ചുകൊണ്ടുവരുന്നു. ഈ മലയുടെ ടോപ്പിൽ നിർത്തി അവിടുന്ന് താഴേക്ക് തള്ളിയിടാനായിരുന്നു അവരുടെ പ്ലാന്. പക്ഷെ അതെന്തുകൊണ്ടോ നടന്നില്ല. ഈശോ അവിടുന്ന് രക്ഷപ്പെട്ടു. അപ്പം അങ്ങനെയൊരു ഹിസ്റ്ററി ഇതിൻ്റെ പുറകിലുണ്ട്, മൗണ്ട് ഓഫ് പ്രസിപ്പീസിൻ്റെ. ഇപ്പം ഞങ്ങളതാണ്ട് അതിൻ്റെ ടോപ്പിലേക്ക്, മൗണ്ട് ഓഫ് പ്രസിപ്പീസിൻ്റെ ടോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ നസ്രത്ത് പട്ടണം കാണാം. ഇതിൻ്റെ ഒരു സൈഡിൽ അങ്ങ് ദൂരെയായിട്ട് താബോർ മല കാണാം. നല്ല ഭംഗിയായിട്ടോ, ഇതിന് ഫോറസ്റ്റ് പോലെ പൈൻ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് ആൾതാമസമുള്ള ഏരിയ അല്ല ഈ ഒരു കുന്നിൻ്റെ മോൾ ഭാഗം. താഴെ നോക്കിയേ, നല്ല കൃഷിയാണ്, കൃഷിപ്പാടങ്ങൾ. ഇവിടെ എല്ലാവരും നല്ല വൃത്തിയായിട്ട് അവർ സൂക്ഷിക്കുന്നു എല്ലാ ഏരിയയും. എന്നാ നീറ്റാന്നറിയാവോ? ഈ താഴോട്ട് നോക്കിയ കിഴക്കാൻ തൂക്കായ എന്താ നമ്മൾ പറയുക, കൊക്കയില്ലേ, കൊക്ക പോലെയാണ്. നല്ല ഹൈറ്റിൽ താഴെ ഇങ്ങനെ വൈറ്റ് കളറിൽ, അത് റോഡാണ് കേട്ടോ, ഹൈവേ ആണ്. ഈ പാടത്തിന്, കൃഷിസ്ഥലത്തിന് നടുക്കൂടെ ഹൈവേ ഉണ്ട്. ഈ പാറക്കെട്ടിന് താഴോട്ട് കുത്തനെ കൊക്കയാണ്. ഉണ്ട്, അപ്പുറയൊക്കെ മലനിരകളൊക്കെ ഉണ്ട്. കൂടുതലും ഇതിൻ്റെ താഴെ കൃഷിസ്ഥലങ്ങളാണ്. അങ്ങ് ദൂരെ കണ്ടോ, ഇങ്ങനെ ഒരു ത്രികോണം പോലെ ഒരു മല, ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മല അങ്ങ് ദൂരെ കാണുന്ന, അതാണ് കേട്ടോ താബോർ മല. എന്താ ഈ ഏരിയയില് ഇതുണ്ട്. ഇത് നസ്രത്ത് പട്ടണമാണ് ഈ കാണുന്നത്. എന്ത് ഭംഗിയാ നോക്കി, അടുത്തടുത്തടുത്തടുത്ത് ഇങ്ങനെ കൂണ് മുളച്ച പോലെ ബിൽഡിങ്ങുകൾ. വെറുതെ ഒന്ന് അതിൻ്റെ ജസ്റ്റ് ഒന്ന് താഴേക്ക് നോക്കാൻ പോയത്, പക്ഷെ നമുക്ക് കാണത്തില്ല. അത്രയ്ക്കും അങ്ങോട്ടൊന്നും ഇറങ്ങുന്നത് അത്ര സേഫ് അല്ല, റിസ്ക് ആണ്. ആ സൈഡിലേക്കൊക്കെ പോയി നിൽക്കാന്ന് പോലെ, താഴെ പോയാൽ പിന്നെ നമ്മളെ കിട്ടത്തില്ല. ഇത് ഭംഗിയല്ലേ, ആ പാടങ്ങൾ ഇങ്ങനെ പല കളറിൽ, പച്ചയും ബ്രൗണും ഒക്കെ ആയിട്ട്. അതിനിടയ്ക്ക് കൃഷിക്ക് വേണ്ട വെള്ളം സംഭരിച്ചു വെച്ചിരിക്കുന്നതുണ്ടോ. നല്ല വ്യൂ ആ ഇവിടെ നിന്ന്. എല്ലാവരും ആവശ്യത്തിന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം. നടുക്ക് കണ്ടോ, ആ മുകളിൽ അത് ഒലിവ് ട്രീ ആട്ടോ. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാ കണ്ടില്ലേ, മൗണ്ട് താബോർ. എന്നാ ഭംഗിയല്ലേ, നല്ല കാറ്റാണ്. നമുക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. അതുകൊണ്ട് ഒലിവ് ട്രീസ് ആട്ടോ താഴെയുള്ളത്. ശാന്തസുന്ദരമായ സ്ഥലം. ഇങ്ങനെ റൗണ്ട് അടിച്ച് നോക്കി ആ ഏരിയ മുഴുവൻ നമുക്കങ്ങ് ദൂരെ വരെ കാണാം. നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്ന ഈ സ്ഥലമാണ് മൗണ്ട് ഓഫ് പ്രസിപ്പീസ്. ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈശോയെ തള്ളിയിടാൻ വേണ്ടി നസ്രത്തിൽ നമ്മൾ പിടിച്ചുകൊണ്ട് വരുന്നത്. നസ്രത്തിലെ ഏറ്റവും ഉയരമുള്ള മലയാണ് നമ്മൾ നിൽക്കുന്ന ഈ മല. ഇവിടെ നമ്മൾ ലൈവ് മോഷൻ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 4:16 മുതൽ ഉള്ള വാക്യങ്ങളാണ്.
യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ യോസഫിൻ്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു: വൈദ്യ, നീ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയാ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്തിരുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. കർത്താവിൻ്റെ വചനം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.